ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനിഹാ ഡിസൈൻസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത ബ്ലൗസിൻ്റെ നെക്ക് ഡിസൈനിങ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സ്ലീവിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു ഇതിനു മുൻപുള്ള വീഡിയോ. അപ്പോൾ കാണാത്തവർ എന്തായാലും പോയി കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വെരി സിമ്പിൾ ഡിസൈനാണ് നെക്കിൽ ചെയ്യുന്നത്. സ്ലീവിൽ അത്യാവശ്യം വർക്ക് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്കിൽ വർക്ക് അധികം വേണ്ട, വളരെ സിമ്പിളായിട്ട് മതിയെന്ന്. അപ്പോൾ ഫസ്റ്റ് ലെയർ സെറി ത്രെഡ് കൊടുക്കുകയാണ്. 2 ലെയർ സെറി ത്രെഡാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഗോൾഡൻ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മാക്സിമം 2 കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. 3 ഒക്കെ കൊടുത്താൽ ആ സ്കാലപ്പ് ഒന്നും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ക്ലോത്ത് ഫ്രെയിമിൽ നിന്ന് റിമൂവ് ആക്കി നോക്കുമ്പോൾ ബീഡ്സ് ലൂസായിട്ടിരിക്കും. അപ്പോൾ ആ കേവ്സ് ഒക്കെ വരുന്ന ഭാഗത്ത് ഒരു കട്ട് ബീഡ് ഇട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. ഇല്ലെങ്കിൽ 2 കട്ട് ബീഡ്സ് കൊടുക്കാം. അതുപോലെ ഈ പോയിൻറ്റഡ് ആയിട്ടുള്ള ഏരിയ വരുമ്പോൾ ഒരു കട്ട് ബീഡ് കൊടുത്ത് ചെയ്യാം കേട്ടോ. ഇതാണ് ഫ്രണ്ട് നെക്ക് വരുന്നത്. വേറെ ഡിസൈൻ ഒന്നും കൊടുത്തിട്ടില്ല, സിമ്പിൾ വർക്കാണ്. നെക്സ്റ്റ് ബാക്ക് നെക്ക് ചെയ്യാം. അതിനുവേണ്ടി ന്യൂസ് പേപ്പറിൽ പാറ്റേൺ വരച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ ന്യൂസ് പേപ്പർ ക്ലോത്തിൽ പിൻ ചെയ്ത് വെച്ചാൽ പേപ്പർ മൂവ് ആകില്ല, നന്നായിട്ട് വരച്ചെടുക്കാൻ പറ്റും. ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ചിട്ടാണ് വരച്ചെടുക്കുന്നത്. ഫസ്റ്റ് ലെയർ സെറി കൊടുത്തിട്ടുണ്ട്, ഒരു ലെയർ കൂടി കൊടുക്കണം. 3 ലെയേഴ്സൊക്കെ കൊടുക്കാം കേട്ടോ. അതിനുശേഷം നെക്കിൽ കൊടുത്തതുപോലെ തന്നെ ഒരു ലൈൻ കട്ട് ബീഡ്സ് കൊടുക്കാം.
സോ ഇതാണ് ബാക്ക് നെക്കിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് അനിഹാ ഡിസൈൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.